ഹാപ്പി വിഷു. അല്ലുതാ തുടക്കം പറഞ്ഞിട്ടുണ്ട് ഹാപ്പി വിഷു. അപ്പം ഞങ്ങളുടെ വിഷു ഞങ്ങളുടെ ആഘോഷം കുറിക്കുകയാണ് ഇവിടെ അല്ലേ? ഇല്ലല്ലോ. പൂത്തിരിയും പടക്കമൊക്കെ പൊട്ടിക്കട്ടെ. പൂക്കുറ്റിൻ്റെ നിലച്ചക്ക മാത്രം വാങ്ങിയിട്ടില്ല അച്ഛൻ, അത് മറന്നു. ഇല്ല ഇല്ല ഇവിടെ നിങ്ങൾ മറന്നതാവ് അതിലില്ല. ഇതേ നമ്മുടെ ആദു ഹായ് പറഞ്ഞ. അപ്പോഴേക്കാണെങ്കിൽ ആദുവിന്റെ കാലിനൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. വീണതാണ്, ഒരു ചെറിയ വീക്കുണ്ട്. അതിന് നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതോ വെള്ളരിക്കയും കണിക്കൊന്നയും നമ്മൾ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടേ ആദും അമ്മയും കൂടി അപ്പം അങ്ങനെയാണ് ഞാൻ കണി ഒരുക്കിയിരിക്കുന്നത്. ഇപ്പം റെഡിയായി. ഇനി രാവിലെ എഴുന്നേറ്റ് വന്ന് കണി കണ്ടാൽ മതിയേ. 4:30 എഴുന്നേറ്റു, വിഷുക്കണി കണ്ടു, വിളക്ക് കത്തിച്ചു. അതിനിടയിൽ ശുഭേട്ടൻ വന്ന് വിഷുക്കണി കണ്ടു പോയി. പിന്നെ ഞാൻ അച്ഛനെയും അമ്മേനെയൊക്കെ വിളിച്ചു. അതിന് ശേഷമാണ് കുട്ടികളെ വിളിച്ചത്. അത് കുഴപ്പമൊന്നുമില്ലാതെ കരയാതെ നല്ല കുട്ടിയായി വന്ന് വിഷുക്കണി കണ്ടു. ഹായ് പറഞ്ഞ. കണി കണ്ടതിന് ശേഷം പടക്കവും പൂത്തിരിയും പൂക്കുറ്റി അങ്ങനെയൊക്കെ കത്തിച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ശുഭേട്ടൻ വിഷു കഴിഞ്ഞിട്ട് എല്ലാവർക്കും തന്നു. അതിനുശേഷം അമ്പലത്തിൽ പോയി തൊഴുതു പോന്നു. അവിടുന്ന് വിഷു കൈനീട്ടം കിട്ടി. പിന്നെ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോകുന്നില്ല. അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും അമ്മ പുട്ടും ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു, അതാണ് കുട്ടിക്കെടുത്തത്. പിന്നെ അപ്പം ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്കുള്ള സദ്യ ഒരുക്കി, അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് എടുത്തിട്ടുള്ളൂ. പിന്നെ വീട്ടിലേക്ക് പോയപ്പോൾ അമ്മമ്മേൻ്റെ അടുത്ത് കൂടെ പോയി അമ്മമ്മേനെയൊക്കെ കണ്ടതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത്. നല്ലോണം കാലിലേ ഇന്നലെ വീണു. എന്നിട്ട് ഒരു ചെറിയൊരു വീക്കുണ്ട്. അമ്മേൻ്റെ അടുത്ത് വല്യമ്മയായിരുന്നു, അമ്മേൻ്റെ രണ്ടാമത്തെ ചേച്ചിയാണ്.
കാണിച്ചിട്ടൊന്നുമില്ല, കുറച്ച് വീക്കം കുറവുണ്ട് പറഞ്ഞാണ്ട്. നിങ്ങൾ കൊല്ലിട്ടില്ല എഴുതിയിട്ട് വരെ ഞങ്ങൾ വരെ പറക്കൾ വന്നു. അല്ല ഇതല്ല മൂത്തിനൊക്കെ ഇഷ്ടം പോലെ. ാണ് ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് ഞങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബായ്.